KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൊല്ലം ഖാദിസിയയുടെ 18ാം വാർഷിക ബിരുദദാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആഫ്രിക്കയിലെ അത്ഭുതബാലൻ സയ്യിദ് ഹുസൈൻ തൻസാനിയ കൊല്ലം ഖാദിസിയയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. മടവൂർ CM സെന്ററിന് നേരെ ഗുണ്ടാ ആക്രമണം, വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 19 പേർക്ക് പരിക്ക്. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും എയർ ഇന്ത്യയെ കൈയൊഴിഞ്ഞു. സൗദി എയർലൈൻസുമായി കരാറിൽ ഒപ്പിട്ടു. മർക്കസ് ഹജ്ജ് സർവീസിന് കീഴിൽ ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർ ഈ മാസം 20-ന് പുണ്യഭൂമിയിലേക്ക്. സാംസ്കാരിക നേതാക്കളുടെ കൂടംകുളം മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവാചകൻ നിന്ന് നടത്തിയ ഇസ്ലാം വിരുദ്ധ അമേരിക്കൻ സിനിമയ്ക്കെതിരെ പ്രക്ഷോഭം വ്യാപിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധം CBI അന്വേഷണം വേണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വാർത്തകൾ വിശദമായി. തഴുത്തല ഖാദിസിയയുടെ 18ാം വാർഷിക 6ാം ബിരുദദാന സമ്മേളനം ഇന്ന് സമാപിക്കുന്നു. വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച സമാപന സമ്മേളനത്തിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അധ്യക്ഷത വഹിക്കുന്നു. ഷെയ്ഖ് ഹാമിദ് ഹുമൈദ് അൽ ഉത്തൈബി കുവൈത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ സനദ്ദാനം നിർവഹിക്കും. ചടങ്ങിൽ തെക്കൻ കേരളത്തിലെ മുതിർന്ന പണ്ഡിതൻ PA ഹൈദുറുസ് മുസ്ലിയാരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആദരിക്കും. എക്സലൻസി അവാർഡ് ദാനം റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് MPയും സാധു സഹായം മുൻമന്ത്രി മുല്ലക്കര രത്നാകരനും വിതരണം ചെയ്യും. മുഹമ്മദ് അബ്ദുള്ള സാമിൽ ദുബൈ, മുഹമ്മദ് താരിഖ് ഇബ്രാഹിം ഫുജീറ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. മോഡൽ അക്കാദമി ശിലാസ്ഥാപനം ആപ്കോ ഗ്രൂപ്പ് ചെയർമാൻ AP അബ്ദുൽ കരീം ഹാജി ചാലിയം നിർവഹിക്കും. PA ഹൈദുറുസ് മുസ്ലിയാർ ഫൈസി സനദ്ദാന പ്രഭാഷണം നടത്തും. പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. E സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം സാഹിബ്, അബു ഹനീഫൽ ഫൈസി തെന്നല, NM സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി, ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞ് സഖാഫി, E യൂസുഫ് കുഞ്ഞ് കൊല്ലൂർവിള സംസാരിക്കും. ഖാദിസിയയിലെ സമാപന സമ്മേളനത്തിൽ ആഫ്രിക്കയിലെ അത്ഭുതബാലൻ എന്ന പേരിൽ ലോകപ്രസിദ്ധി നേടിയ സയ്യിദ് ഹുസൈൻ തൻസാനിയ പങ്കെടുക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ വിവിധ പരിപാടികളിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായാണ് സയ്യിദ് ഹുസൈൻ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനെത്തുന്നത്. മടവൂർ CM സെന്ററിനു നേരെ ഗുണ്ടാ ആക്രമണം. സംഭവത്തിൽ സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 19 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മടവൂർ CM സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥ അഗതി മന്ദിരത്തിനും ദേവാ കോളേജിനും നേരെയാണ് സംഘടിച്ചെത്തിയ 20ഓളം പേർ ആക്രമണം അഴിച്ചുവിട്ടത്. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ഗ്ലാസുകളും തച്ചുടച്ച സംഘം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30ഓടെയാണ് സംഭവം. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയെ കാണണമെന്ന ആവശ്യവുമായി മദ്യപിച്ചെത്തിയ സംഘത്തിലൊരാൾ തിരിച്ചുപോയി അല്പസമയത്തിനു ശേഷം ഗുണ്ടാ സംഘങ്ങളുമായെത്തി ഓഫീസിലേക്കും ക്ലാസുകളിലേക്കും ഇരച്ചു കയറുകയായിരുന്നു. തുടർന്ന് കല്ലേറ് തുടങ്ങിയ സംഘം ദേവാ കോളേജിന്റെ ജനൽ ചില്ലുകളും ബോർഡും എറിഞ്ഞു തകർക്കുകയും സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പ് പൊട്ടിക്കുകയും ചെയ്തു. ക്ലാസ് റൂമുകളിലേക്ക് കല്ലെറിഞ്ഞത് കാരണം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പലരുടെയും പരുക്ക് സാരമുള്ളതാണ്.
ദേവ കോളേജിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ എം പറമ്പ് മങ്കയത്തിൽ നിയാദിനെ വലിച്ചിഴച്ച് പുറത്തിട്ട് ചവിട്ടിയ ശേഷം ഇരുമ്പുവടി ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. മറ്റ് നിരവധി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അക്രമി സംഘം പട്ടിക കൊണ്ടും ഇരുമ്പുവടി കൊണ്ടും ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 19ഓളം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മദ്യപിച്ചെത്തിയ 10 പേരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് CM വലുലാഹി മെമ്മോറിയൽ സെന്റർ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാഖവി അറിയിച്ചു. ഇവർക്കെതിരെ കുന്നമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും സ്ഥാപനത്തിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് സൗദി എയർലൈൻസുമായി കരാറിൽ ഒപ്പിട്ടു. ഈ മാസം 18 മുതൽ 23 വരെ തീയതികളിലായി സൗദി എയർലൈൻസിന്റെ ചാർട്ടർ ചെയ്ത 10 വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി എയർ ഇന്ത്യ വിമാനങ്ങളാണ് ഈ വർഷം കരാർ ഏറ്റെടുത്തിരുന്നത്. ഹജ്ജ് യാത്ര അടുത്തിട്ടും വിമാനസമയ വിവരപ്പട്ടിക ഹജ്ജ് കമ്മിറ്റിക്ക് നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് എയർ ഇന്ത്യയെ ഒഴിവാക്കി സൗദി എയർലൈൻസിന് കരാർ നൽകുകയായിരുന്നു. വേണ്ടത്ര വിമാനങ്ങളില്ലാത്തത് കാരണം സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളുടെ കരാറും എയർ ഇന്ത്യക്ക് നഷ്ടമായി. 250 പേർക്ക് യാത്ര ചെയ്യാവുന്ന 10 വിമാനങ്ങളാണ് സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർക്കായി സൗദി എയർലൈൻസ് സർവീസ് നടത്തുന്നത്. 21, 23 തീയതികളിൽ ഒരു വിമാനവും മറ്റു ദിവസങ്ങളിൽ 2 വിമാനങ്ങളും ഹാജിമാരുമായി ജിദ്ദയിലേക്ക് പറക്കും. അടുത്ത വർഷം ഹജ്ജിന് അപേക്ഷിക്കുന്നവർ പാസ്പോർട്ട് IFS കോഡോടുകൂടിയ ക്യാൻസൽ ചെയ്ത ചെക്ക് എന്നിവയുടെ കാര്യത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. 2014 മാർച്ച് 31 വരെയെങ്കിലും കാലാവധിയുള്ള ഇന്റർനാഷണൽ പാസ്പോർട്ടുള്ളവർക്ക് മാത്രമേ അടുത്ത വർഷം ഹജ്ജിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ നിലവിൽ പാസ്പോർട്ട് കൈവശമുള്ളവർ ഈ തീയതി വരെ കാലാവധിയുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. മർക്കസ് ഹജ്ജ് സർവീസിന് കീഴിൽ ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർ സെപ്റ്റംബർ 20 വ്യാഴാഴ്ച കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ നേതൃത്വത്തിൽ പുണ്യഭൂമിയിലേക്ക് പുറപ്പെടും. മുഴുവൻ ഹാജിമാരും അന്നേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള പ്ലാസ ഹോട്ടലിൽ എത്തിച്ചേരണമെന്ന് മാനേജർ അറിയിച്ചു. യാത്രയപ്പ് യോഗത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, AC കോയ മുസ്ലിയാർ, വള്ളിയാട് മുഹമ്മദ് സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും. ആണവ വിരുദ്ധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ സാംസ്കാരിക നേതാക്കൾ കൂടംകുളത്തേക്ക് നടത്തിയ മാർച്ച് തമിഴ്നാട് പോലീസ് തടഞ്ഞു. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു കളിയിക്കവിളയിൽ പോലീസ് തടഞ്ഞത്. 12 സംഘടനകൾ പ്രതിനിധീകരിച്ച് 150ഓളം പ്രവർത്തകരാണ് പാറശാലയിൽ നിന്ന് രാവിലെ 9:30 മാർച്ച് നടത്തിയത്. കടൽ സമരത്തിനിടെ മരിച്ച സഹായിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കടന്നുപോകുന്നതിനാൽ നാഗർകോവിൽ, കന്യാകുമാരി എന്നിവിടങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കൂടംകുളം പ്ലാന്റ് അടച്ചുപൂട്ടുക, സമരക്കാർക്കെതിരായ പോലീസ് നടപടി അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സാംസ്കാരിക നേതാക്കളുടെ സമരം. കവയത്രി സുഗതകുമാരി ഉദ്ഘാടനം ചെയ്തു. സാറ ജോസഫ്, അന്വേഷി നേതാവ് K അജിത, CR നീലകണ്ഠൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് ജീവിക്കാനുള്ള ഒരു ജനതയുടെ പോരാട്ടത്തിന് വീര്യം പകരാൻ സാംസ്കാരിക പ്രവർത്തകർ ചെറു സംഘങ്ങളായി കൂടംകുളത്തേക്ക് തിരിച്ചു. പ്രവാചകൻ ഇന്ന് നടത്തിയ ഇസ്ലാം വിരുദ്ധ അമേരിക്കൻ സിനിമയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം കൂടുതൽ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. എന്നാൽ ലിബിയയിലെ അമേരിക്കൻ അംബാസഡർ വധിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയിലൂടെയാണെന്നാണ് അറബ് ആഫ്രിക്കൻ നേതാക്കൾ പറയുന്നത്. ലിബിയയിലെ അമേരിക്കൻ അംബാസഡറെയും മറ്റു 3 പേരെയും വധിച്ചത് പ്രവാചകൻ ഇന്ന് നടത്തിയ ഇസ്ലാം വിരുദ്ധ അമേരിക്കൻ സിനിമയ്ക്കെതിരായ പ്രക്ഷോഭം നടക്കുമ്പോഴായിരുന്നു. ആക്രമണ കാരണം സിനിമയിൽ പ്രവാചകനോട് കാട്ടുന്ന നിന്ദയാണെന്നും വിധിക്കപ്പെട്ടു. എന്നാൽ ഈ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും സംഘടിതമാണെന്നുമാണ് നിരീക്ഷണം. സിനിമ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലിബിയയ്ക്ക് പുറമെ ഖത്തർ, സിറിയ, ടുണീസിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. വിവിധ രാജ്യങ്ങളിൽ അമേരിക്കൻ, ബ്രിട്ടീഷ് എംബസികൾക്ക് നേരെ ചെറിയ തോതിൽ ആക്രമണം നടക്കുന്നു. പ്രക്ഷോഭം ശക്തമായതോടെ സിനിമ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് അമേരിക്ക ഗൂഗിളിനോട് അഭ്യർത്ഥിച്ചു.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് നിലവിലെ സാഹചര്യത്തിൽ സിബിഐക്ക് വിടേണ്ടതില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പോലീസ് അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നതെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും സമയം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിബിഐ അന്വേഷണം വേണമെന്ന ടി.പിയുടെ ഭാര്യ രമയുടെ ആവശ്യം മനസ്സിലാക്കാവുന്നതാണ്. സിപിഎം അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കുമോ എന്നതാണ് രമയുടെ ആശങ്ക. എന്നാൽ നിലവിലുള്ള അന്വേഷണ സംഘത്തിന് ഒരു അവസരം കൂടി നൽകണം. ഇതിലവർക്ക് വിജയം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ സിബിഐക്ക് കേസ് കൈമാറേണ്ട ആവശ്യമുള്ളൂവെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് മുല്ലപ്പള്ളി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചന്ദ്രശേഖരന്റെ മരണവാറണ്ടിൽ ഒപ്പിട്ടവരെയാണ് പിടികൂടേണ്ടത്. അന്വേഷണ സംഘത്തിന് അത് കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. അതേസമയം ടി.പി. വധത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്നത് മുല്ലപ്പള്ളിയുടെ മാത്രം അഭിപ്രായമാണെന്ന് ടി.പിയുടെ ഭാര്യ രമ പറഞ്ഞു. സിബിഐ അന്വേഷണത്തിലൂടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രമ പറഞ്ഞു. എമർജിംഗ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിൽ അവതരിപ്പിച്ച 210 പദ്ധതികളിൽ നിന്ന് അനുമതി അടക്കം തുടർ നടപടികൾക്ക് തിരഞ്ഞെടുത്തത് 45 പദ്ധതികൾ. മേളയുടെ സമാപന ദിനത്തിൽ പത്രക്കുറിപ്പിലൂടെയാണ് 45 പദ്ധതികളുടെയും വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. എമർജിംഗ് കേരള ആഗോള നിക്ഷേപക സംഗമ മാമാങ്കത്തിന് ചെലവ് 15 കോടിയോളം. ഇത് പ്രാഥമിക കണക്ക് മാത്രമാണെന്ന് മേളയുടെ നോഡൽ ഏജൻസിയായ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ വക്താവ് പറഞ്ഞു. മേളയുടെ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 5 കോടി അനുവദിച്ചിരുന്നു. 15 കോടി കൂടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSIDC ധനകാര്യ വകുപ്പിന് കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് സംഘടിപ്പിച്ച ജിമ്മിന് 7 കോടിയായിരുന്നു ചെലവ്. ഇതിന് പിന്നാലെ നടത്തിയ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ മീറ്റിന് 2.5 കോടിയും ചെലവഴിച്ചു. ഇത്തവണ ചെലവ് പരമാവധി കുറച്ചാണ് മേള സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ജിമ്മിൽ നിന്ന് വ്യത്യസ്തമായി കലാ സാംസ്കാരിക പരിപാടികൾ നാമമാത്രമാക്കിയതിനാൽ ചിലവ് കുറക്കാനെന്നാണ് സംഘാടകരുടെ വിശദീകരണം. എന്നാൽ 36 രാജ്യങ്ങളിൽ നിന്ന് എത്തിയ 1500ഓളം പ്രതിനിധികൾക്ക് താമസിക്കാൻ നഗരത്തിലും പുറത്തും 23 ഹോട്ടലുകളിൽ താമസ സൌകര്യം ഒരുക്കിയതിനും വാഹനം, ഭക്ഷണം എന്നിവയ്ക്കും വൻതുക ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. പുറമെ ലേ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിലും താമസ സൌകര്യം ഒരുക്കിയിരുന്നു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, വിഐപികൾ എന്നിവർക്കാണിത്. മന്ത്രിമാരിൽ ചിലരും വിഐപികളും കുടുംബസമേതമാണെത്തിയത്. എമർജിംഗ് കേരളയ്ക്ക് പിന്നിൽ പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മാഫിയയാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഈ മാഫിയയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ ഭൂമിയാണെന്നും മുഖ്യമന്ത്രിയും തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ മാഫിയയ്ക്കുള്ളിൽ അകപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ രക്ഷിക്കാനുള്ള എന്തോ വലിയ പദ്ധതിയാണിതെന്ന് വരുത്തി തീർത്ത് സ്വന്തം കാര്യങ്ങൾ നേടുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കണ്ണൂരിൽ എവിടെ പാമ്പിറങ്ങിയാലും ചെക്കിക്കുളം സ്വദേശി രഗ്നീഷിന് ഉടൻ വിളിയെത്തും. പാമ്പിനെ പിടിക്കാൻ വനം വകുപ്പിന്റെ സഹായിയാണ് ഈ 20കാരൻ. 13 വർഷത്തിനിടെ 4000-ലധികം പാമ്പുകളെ രഗ്നീഷ് കുടുക്കി. 8ാം വയസ്സിൽ വീടിനടുത്തുള്ള നാഗത്തൻകെട്ടിലെ മൂർഖനെ പിടിച്ചുകൊണ്ടാണ് രഗ്നീഷ് പാമ്പുകളുടെ കൂട്ടുകാരനായത്. പിന്നീട് രഗ്നീഷ് തൊട്ടാൽ ഏതു പാമ്പും പത്തിമടക്കുന്ന സ്ഥിതിയായി. പ്രദേശത്ത് എവിടെ പാമ്പിനെ കണ്ടാലും രഗ്നീഷിന് ഉടൻ വിളിയെത്തും. പകലായാലും രാത്രിയായാലും ഇയാൾ തയ്യാർ. 8ാം വയസ്സിൽ തുടങ്ങിയ പാമ്പുപിടുത്തം 20 വയസ്സ് എത്തിയപ്പോഴേക്കും 4000 പാമ്പുകൾ രഗ്നീഷിന്റെ കയ്യിൽ മയങ്ങി വീണു. വളരെ സൈലന്റ് ആണ്. ആരെയും ഓടിച്ചിട്ടിട്ട് ഇതുവരെ പാമ്പ് കടിച്ചതായി ചരിത്രമില്ല. പാമ്പുകളിലും പാവം പാമ്പാണ് പെരുമ്പാമ്പ്. പലരും ഇതിനെ കാണുമ്പോൾ കയറിട്ട് പിടിക്കുക, അടിച്ചു കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. രഗ്നീഷിനിപ്പോൾ 32 ശിഷ്യന്മാരുണ്ട്. എല്ലാവരും പാമ്പുപിടുത്തത്തിൽ കമ്പം പരിശീലനം നേടുന്നവർ. എന്നാൽ ഇതേവരെ ഒരു പാമ്പുപോലും രഗ്നീഷിനെ കടിച്ചിട്ടില്ല. പെഷവാറിൽ വടക്കൻ പാകിസ്ഥാനിൽ റോഡരികിലെ ബോംബ് പൊട്ടിത്തെറിച്ച് 3 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 14 പേർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. അഫ്ഗാൻ അതിർത്തിക്ക് സമീപമുള്ള മാർക്കറ്റിലേക്ക് പോവുകയായിരുന്ന ഗ്രാമീണർ സഞ്ചരിച്ച ട്രക്ക് തട്ടിയാണ് ബോംബ് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ ലോവർ ദീർ മേഖലയിലാണ് സംഭവം. താലിബാനെതിരെ ജനങ്ങളുടെ പിന്തുണയോടെ സർക്കാർ സേന പോരാട്ടം നടത്തുന്ന മേഖലയാണ് ലോവർ ദീർ. പാക് ഗോത്ര മേഖലകളിൽ 2009 മുതൽ സേനയുടെ സാന്നിധ്യമുണ്ടെങ്കിലും പ്രദേശത്ത് താലിബാൻ ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം മനമിൽ നിറയാൻ ഓരോ ഈ അണിചേരൂ
ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് കോൺഫറൻസ് കൊല്ലം ഖാദിസിയ്യ 18ാമത് ആനിവേഴ്സറി സമാപന സമ്മേളനം KMIC-യിൽ വിദേശത്തെയും സ്വദേശത്തെയും പ്രശസ്തർ പങ്കെടുക്കുന്നു. ഷേഖ് ഹാമിദ് ഹുമൈദ് അൽ ഉതൈബി കുവൈത്ത്, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ, സയ്യിദ് അലി ബാഫഖി കാന്തപുരം, AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ഷെയ്ഖുന ഹൈദ്രൂസ് മുസ്ലിയാർ, ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ സയ്യിദ് ഹുസൈൻ താൻസാനിയ, മുഹമ്മദ് അബ്ദുള്ള സാമിൽ ദുബൈ, മുഹമ്മദ് താരിഖ് ഇബ്രാഹിം ഫുജീറ, സയ്യിദ് സൈനുദ്ദീൻ ബാ അനുബീതങ്ങൾ, റിസോർട്ടുകൾ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മന്ത്രി അടൂർ പ്രകാശ്, മന്ത്രി ഷിബു ബേബി ജോൺ തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രമുഖർ സംബന്ധിക്കുന്നു. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വേദനകൾ തീർത്തിടുവാൻ ഏണ്ടിടുമീ ഔഷധമേ നുകരാൻ വരു സോദരരെ കൈരളിയിൽ ഹൈറുണരാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തെക്കൻ കേരളത്തിലെ പ്രമുഖ സൂഫി വര്യനും ആലപ്പുഴ ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കായംകുളം മജ്ലിസ് സ്ഥാപക പ്രസിഡന്റുമായ വടുതല അബൂബക്കർ ഉസ്താദിന്റെ 3ാമത് ആണ്ട് നേർച്ച 3 ദിവസങ്ങളിലായി മജ്ലിസിൽ നടന്നു. PMS തങ്ങൾ കൊടുങ്ങല്ലൂർ, അബ്ദുറഷീദ് സഖാഫി ഏലംകുളം തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. സമാപന ദിവസമായ ഇന്ന് ഷേഖുന EK മുഹമ്മദ് ദാരിമി, സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. തിരൂരങ്ങാടി മുന്നിയൂർ കാളികണ്ഠം UH നഗർ കുതുബിയ ദർസ് ഉദ്ഘാടനവും CM ആണ്ട് നേർച്ചയും ഇന്ന് നടന്നു. കാലത്ത് 7-ന് ദർസ് ഉദ്ഘാടനം VP സെയ്ദലവി ഫൈസി നിർവഹിച്ചു. സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി. ഖത്മുൽ ഖുർആൻ, ദിക്ർ മജ്ലിസ്, ഹജ്ജ് യാത്രയപ്പ്, സീറ പാരായണം, അന്നദാനം എന്നിവയും നടന്നു. വൈകുന്നേരം 7-ന് സമാപന സംഗമത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മടവൂർ നേതൃത്വം നൽകും. നബിയെ അറിയുക, നബിയെ സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ചെട്ടിപ്പടി മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി മഹല്ലിൽ നടത്തിയ വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചെട്ടിപ്പടി റോയൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. സി ഹംസ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുൽ ഹക്ക് ശിഹാബുദ്ദീൻ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ പങ്കെടുക്കും. ഷേഖുന കുണ്ടൂർ ഉസ്താദിന്റെ നിയന്ത്രണത്തിലുള്ള മസ്ജിദ് തഖ്വയിൽ ദർസ് ഉദ്ഘാടനം നാളെ വൈകിട്ട് 7 മണിക്ക് കുണ്ടൂർ അത്താണിക്കലിന് സമീപം നടക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, ഷേഖുന E സുലൈമാനുസ് മുസ്ലിയാർ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, മുഹമ്മദ് സലീം അഹ്സനി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയ റിയാദ് ഘടകം യോഗം ചേർന്നു. ബത്ഹ ICF ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സയ്യിദ് ജാഫർ തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രസിഡന്റ് ഹനീഫ സാരി താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇസ്മായിൽ സഖാഫി വാരണ മുഖ്യ പ്രഭാഷണം നടത്തി. കുരുവട്ടൂർ ഹിക്മത്ത് സുന്നിയുടെ കീഴിൽ ദ്വൈമാസ ദിക്ർ സലാത്ത് മജ്ലിസിന് തുടക്കം കുറിച്ചു. ദിക്ർ ദുആ സലാത്ത് മജ്ലിസിന് സയ്യിദ് ജാഫർ തങ്ങൾ, ഇസ്മായിൽ സഖാഫി, ഹനീഫ സാരി, അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി അഷ്റഫ് അണ്ടോണ സ്വാഗതവും മുജീബ് അണ്ടോണ നന്ദിയും പറഞ്ഞു. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പുതുപ്രഭാതം വന്നിടും, ധർമ്മനാൾ പുലർന്നിടും, പുതുവസന്ത പുലരിയോളം വിശ്രമിക്കയില്ല നാം. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്. ഉഷസ്സുദിക്കും ദിക്കുകൾ മുഴുക്കെ നാം മുഴക്കണം. SSF സിന്ദാബാദ്.
പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്ന ശീർഷകത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ GCC തലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി RC ദുബായ് സോൺ വിചാരസദസ്സ് സംഘടിപ്പിച്ചു. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ അബ്ദുറസാഖ് മാറഞ്ചേരി, സയ്യിദ് ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, സാബ ജോസഫ്, മുഹമ്മദ് അലി പുന്നക്കൽ, ബഷീർ തിക്കോടി, ജബ്ബാർ കെ, മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്പത്തിന്റെ അനിയന്ത്രിത ഉപയോഗം, പലിശ, ഊഹക്കച്ചവടം, ലഹരി, ആസക്തികൾക്ക് അടിമപ്പെടൽ, സാമൂഹിക സദാചാര ബോധങ്ങളുടെ നിരാകരണം തുടങ്ങി പ്രവാസ ലോകത്തെ അരക്ഷിതാവസ്ഥ വിചാരസദസ്സ് ചർച്ച ചെയ്തു. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ദുബായിലെ പ്രമുഖ മതപണ്ഡിതനും ദുബായ് ഔഖാഫിലെ പ്രഭാഷകനുമായ ഷെയ്ഖ് ഹബീബ് ഹുസൈൻ അസ്സഖാഫിന് ദുബായിൽ സന്ദർശിച്ചു. സലാലയിൽ വിപുലമായ പരിപാടികളോടെ CM വലുല്ലാഹി ആണ്ട് നേർച്ച ICF ഓഡിറ്റോറിയത്തിൽ നടന്നു. മൗലിദ് പാരായണം, അന്നദാനം, അനുസ്മരണ പ്രഭാഷണം എന്നിവ നിരവധി പേരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അബ്ദുൽ കരീം സഖാഫി മടവൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ CM സെന്റർ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് സഖാഫി മടവൂർ, ICF പ്രസിഡന്റ് മൊയ്തുട്ടി ഫൈസി, സെക്രട്ടറി നാസർ മുസ്ലിയാർ, RSC വൈസ് ചെയർമാൻ സുലൈമാൻ സാരി, അഷ്റഫ് ബാക്കവി, ഷറഫുദ്ദീൻ ലത്തീഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. ICF RSC CM സെന്റർ കമ്മിറ്റി സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റിസാലയുടെ 1000 ലക്കം പ്രത്യേക പതിപ്പ് സലാലയിൽ ICF പ്രസിഡന്റ് മൊയ്തുട്ടി ഫൈസി ഔഖാഫ് മുഹമ്മദ് ഹാജിക്ക് നൽകി പ്രകാശനം ചെയ്തു. CM വലുല്ലാഹി ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പ്രകാശന കർമ്മം നടന്നത്. KMIC വാർത്തകൾ. KMICയുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി നടത്താനിരുന്ന മർഹൂം EK ഹസൻ മുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനം നാളെ രാത്രിയിലേക്ക് മാറ്റിവെച്ചതായി KMIC ഭാരവാഹികൾ അറിയിച്ചു. KMICയിൽ ഇനി കൊല്ലം ഖാദിസിയയിൽ നിന്നും ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുന്ന ഖാദിസിയയുടെ 18ാമത് വാർഷികത്തിന്റെ സമാപന സമ്മേളനം തത്സമയം വീക്ഷിക്കാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലം ഖാദിസിയയുടെ 18ാം വാർഷിക ബിരുദദാന സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആഫ്രിക്കയിലെ അത്ഭുതബാലൻ സയ്യിദ് ഹുസൈൻ തൻസാനിയ കൊല്ലം ഖാദിസിയയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. മടവൂർ CM സെന്ററിന് നേരെ ഗുണ്ടാ ആക്രമണം, വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 19 പേർക്ക് പരിക്ക്. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും എയർ ഇന്ത്യയെ കൈയൊഴിഞ്ഞു. സൗദി എയർലൈൻസുമായി കരാറിൽ ഒപ്പിട്ടു. സാംസ്കാരിക നേതാക്കളുടെ കൂടംകുളം മാർച്ച് പോലീസ് തടഞ്ഞു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളും എയർ ഇന്ത്യയെ കൈയൊഴിഞ്ഞു. സൗദി എയർലൈൻസുമായി കരാറിൽ ഒപ്പിട്ടു. പ്രവാചകൻ നിന്ന് നടത്തിയ ഇസ്ലാം വിരുദ്ധ അമേരിക്കൻ സിനിമയ്ക്കെതിരെ പ്രക്ഷോഭം വ്യാപിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധം CBI അന്വേഷണം വേണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News.